എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു നിതു ഇൻഡോ-ഇറ്റാലിയൻ ഡിഷസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് മിനേസ്ത്ര ദി പൊട്ടറ്റോ. അത് ഒരു ഇറ്റാലിയൻ ഡിഷാണ്. പൊട്ടറ്റോയെ കൊണ്ട് പെട്ടെന്ന് പൊട്ടറ്റോയും ഉള്ളിയും മാത്രമിട്ട് എങ്ങനെയാണ് പെട്ടെന്നൊരു സൂപ്പ് ഉണ്ടാക്കുന്നത്. ആ സൂപ്പിനകത്ത് നമ്മൾ ഇച്ചിരി പസ്തീനി ഇടും. പസ്തീനി എന്ന് പറഞ്ഞാൽ പാസ്തയുടെ ചെറിയ ചെറിയ പാസയ്ക്കാണ് പസ്തീനി എന്ന് പറയുന്നത്. അത് ചെറിയത്. ഇതിപ്പോൾ എനിക്ക് ഫ്ലവർ ഷേപ്പുണ്ട്, സ്റ്റാർ ഷേപ്പുണ്ട്, ഇങ്ങനെ പല ഷേപ്പിൽ കിട്ടും ഇത്. ഇപ്പോൾ ഞാൻ എടുത്തത് ഇതാണ്, ഫ്ലവർ ഷേപ്പിലുള്ളത്. ഇതൊരു 150 ഗ്രാം ഉണ്ട്. ഒരു സവോളയുണ്ട്, 3 പൊട്ടറ്റോ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത്. ഇതുണ്ടാക്കി എടുക്കാൻ എളുപ്പമാണ്, 5 മിനിറ്റ് മതി. പിന്നെ അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിനാവശ്യമായിട്ട് ഒലിവ് ഓയിൽ വേണം. ഇതൊന്ന് പൊട്ടറ്റോയും ഉള്ളിയോടെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഒലിവ് ഓയിൽ വേണം. ഒരു സ്വല്പം കുരുമുളക് പൊടി വേണം. ആവശ്യത്തിന് ഉപ്പ് വേണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ആഡ് ചെയ്യാം. സവോള ഒന്ന് പെട്ടെന്നൊന്ന് ഇതാകാൻ വേണ്ടി സ്വല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയായാൽ മതി. ഒത്തിരി വഴന്ന് പോകുന്നു വേണ്ട. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. അത് കഴിവതും കനം കുറച്ച് അരിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വേഗണം. ഒരു സ്വല്പം ഒന്ന് പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. കാരണം ഇത് പൊട്ടറ്റോ ആയതുകൊണ്ട് തന്നെ ഇത് എണ്ണ ഒഴിച്ചത് കൊണ്ട് സ്റ്റിക്കാകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്വല്പം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇത് ഇഷ്ടമുള്ളവരിട്ടാൽ മതി. എനിക്ക് തീരെ എരിവില്ലാതെ സൂപ്പ് ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു സ്വല്പം കുരുമുളക് പൊടി ആഡ് ചെയ്യും. ചിലർക്കത് ഇഷ്ടമല്ല. ഇഷ്ടമില്ലാത്തവർ യൂസ് ചെയ്യേണ്ട കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിൽ കിടന്ന് ഈ പൊട്ടറ്റോ ശരിക്ക് വേകട്ടെ. അപ്പം ഞാൻ 1 ലിറ്ററോളം വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇത് തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. കാരണം ഞാനിതൊന്ന് ജസ്റ്റ് അടച്ചു വെച്ചു. തിളയ്ക്കണം എന്നല്ല, അതിനകത്ത് കിടന്ന പൊട്ടറ്റോ ഒന്ന് വേകണം. ഇപ്പം എൻ്റെ മിനേസ്ത്രയ്ക്കുള്ള പൊട്ടറ്റോ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇച്ചിരി കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവാണ്. ഇത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 150 ഗ്രാം പസ്തീനി ഇട്ട് കൊടുക്കണം. ഇനി ഇത് പെട്ടെന്ന് വേകും കേട്ടോ. ഈ പസ്തീനിക്ക് 4 മിനിറ്റ് കൂടുതൽ വേവില്ല. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വേകും. നമ്മുടെ മിനേസ്ത്ര റെഡിയാവും. മിനേസ്ത്ര വിത്ത് പസ്തീനി റെഡിയാവും. ഇത് ഇട്ട് കഴിയുമ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇത് അടുക്കി പിടിക്കാൻ ചാൻസാണ്. പസ്തീനി റെഡി ആയിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതെടുത്തിട്ടൊന്ന് ഞെക്കി നോക്കിയാൽ മതി. കണ്ടോ, വെന്തിട്ടുണ്ട് കറക്റ്റായി. പൊട്ടറ്റോയും വെന്തു, എല്ലാം വെന്തു. അപ്പം ശരിയായി. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. മിനേസ്ത്ര അൽപ്പത്താത്ത റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് ആക്കാം. ഇത് നല്ല ടേസ്റ്റിയാണ്. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ്. അല്ലെ മിനേസ്ത്രയാണ്. ഇവിടെ മിനേസ്ത്ര എന്നാണ് ഇതിന് പറയുന്നത്. ഈ സൂപ്പ് ഈസി അല്ലേ ഉണ്ടാക്കാൻ. പൊട്ടറ്റോയും അതിൻ്റെ പാസ്തയുടെ ചെറിയ പാസ്തയും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇത് പ്രായമുള്ളവർക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഇത് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടാണ്.
കാരണം ഇതിനകത്ത് പൊട്ടറ്റോ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഉള്ളവർ കൂടുതലും കഴിക്കുന്നത് ഉച്ചയ്ക്കാണ്. എനിവേ ഈ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു പുതിയ വെറൈറ്റി ഡിഷുമായി വരുന്നിടം വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.